ഹായ്, നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതായത് സൺസിറ്റി ട്രാവൽസ്, സൺസിറ്റിയുടെ ഒരു ബസ് ഒരു ആംബുലൻസിന് വഴിമുടക്കിയിട്ടൊരു 30 മിനിറ്റ് നേരത്തേക്ക് വഴിമുടക്കി എന്നുള്ളൊരു സംഭവം ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇത് കണ്ടപ്പം ആണ് എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ കാണൂ, കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഒറ്റനോട്ടം നോക്കുമ്പോൾ ആംബുലൻസിന് തടസ്സമായിട്ടാണ് ബസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആ റോഡിൻ്റെ ഒരു അവസ്ഥ. അമ്പായത്തോട് ടൗണ് തുടങ്ങി അവിടുന്ന് തുടങ്ങുന്നൊരു കയറ്റമാണ് ഈ പാൽച്ചുരം എന്ന് പറയുന്നത്. ഏകദേശം ബോയ്സ് ടൗണിലേക്കാണ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ബോയ്സ് ടൗണിലേക്കാണ്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു ചുരം കയറി പോകുന്നുണ്ട്. ഈ ചുരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് വീതിയുണ്ട്, പക്ഷേ മുകളിൽ ചെല്ലുന്നതനുസരിച്ച് വീതി കുറവാണ് റോഡിന്. പ്രത്യേകിച്ച് ബോയ്സ് ടൗൺ അടുക്കാറാവുന്ന അവിടെ ഉള്ള ഒരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായൊരു കയറ്റമാണ്. റോഡിന് വീതി വളരെ കുറവാണ്. മാക്സിമം ഒരു വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സൈഡ് വലിയ കൊക്കയാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനമാണ്. റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്ന റോഡ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ആ ബസ് കയറി പോകുന്ന വളരെ പ്രയാസപ്പെട്ട് കയറി പോവുകയാണ്. അപ്പം ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. ആംബുലൻസിൻ്റെ ഹോണ് കേട്ടിട്ട് തന്നെ ബസ്സുകാരൻ മാക്സിമം വണ്ടി സൈഡാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്പേസിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ബസ്സുകാരന് ചെയ്യാൻ പറ്റുന്ന അയാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി എതിരെ വരുന്ന വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിരുന്ന ഒരു പക്ഷേ ആംബുലൻസിന് കയറി പോകാം. പക്ഷേ എതിരെ വരുന്ന വണ്ടിയും സ്പീഡിൽ വരികയാണ്. ബസ്സുകാരൻ മാക്സിമം കയറ്റി വണ്ടി അത്രയും പ്രയാസപ്പെട്ട് കയറി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് വീഡിയോയിൽ. അയാൾ വണ്ടി കയറ്റി ഒരു സ്പേസ് കിട്ടി വണ്ടി മാക്സിമം ഒതുക്കി കൊടുത്തു. ആ ഗ്യാപ്പിലാണ് ആംബുലൻസ് കയറിപ്പോയത്. കയറി ചെന്നിട്ട് ഡ്രൈവറിന് വഴക്ക് പറയുന്നു. കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ബസ്സുകാരനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ മാക്സിമം ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ റോഡിൻ്റെ ഒരു അവസ്ഥയിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബസ്സിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഇതും കൂടെ അയാൾ നോക്കണ്ടേ. അപ്പം മാക്സിമം അയാൾ ശ്രമിക്കുന്നുണ്ട്, ആ റോഡിൽ ഒതുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇതിൽ പോകുന്ന വണ്ടിക്കാരെ തെറിവിട്ട് കാര്യമില്ല. അതുപോലെ വളവുമാണ്. അപ്പോൾ വലിയ വണ്ടിയല്ലേ, കുഞ്ഞു വണ്ടിയല്ലോ. വലിയ വണ്ടി എന്ന് പറയുമ്പോൾ വളഞ്ഞ് വരുമ്പോൾ ബാക്ക് വശം റോഡിൻ്റെ സെൻറ്ററൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ചെയ്യാൻ പറ്റും. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഈ ബസ്സുകൾ, അതായത് വലിയ വണ്ടികൾ, അത് പ്രത്യേകിച്ചും ഈ കൊട്ടിയൂർ ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാർ മാനന്തവാടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇതിലെയാണ്, എളുപ്പവഴി ഇതിലെയാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിയാണ്. അപ്പം ഈ വലിയ വണ്ടികളൊക്കെ ഈ പാൽച്ചുരം വഴി വിടാതെ പെരിയ ചുരം ഉണ്ടല്ലോ, ഈ പെരിയ ചുരം വഴി കയറ്റി വിടുകയാണെങ്കിൽ, അതായത് പേരാവൂരിൽ നിന്ന് കയറി പോകുന്ന ആ ചുരം, അപ്പം ആ ചുരം വഴി ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ് പോലത്തെ വണ്ടികളും അതുപോലെ തന്നെ വലിയ ലോറികളും അതിലേ പോകുന്നതാണ്. അപ്പോൾ ഈ ലോറികളും ബസ്സുകളും മാക്സിമം അതിലേ കുറച്ച് ദൂരം ഓടണമെന്നേ ഉള്ളൂ, അതിലേ വിടുകയും കുഞ്ഞു വണ്ടികൾ മാത്രം ഇതിലേ വിടുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും.
വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ കുഞ്ഞു വണ്ടി കയറി പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. പ്രത്യേകിച്ചും ആ മുകളിലത്തെ ഒരു കയറ്റം എന്ന് പറയുന്നത് അത് വമ്പനൊരു കയറ്റമാണ്. അപ്പോൾ അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടിൽ ഇനിയും ഉണ്ടാവും. ബസ്സുകാരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിധിയുണ്ട്. കുഞ്ഞു വണ്ടിയല്ല, അതൊരു വലിയ വണ്ടിയാണ്. ആ വലിയ വണ്ടി ഒതുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ ഡ്രൈവർ വല്ലാതെ വഴക്ക് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്കാരൻ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ ഒതുക്കാൻ ശ്രമിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും പുള്ളിക്കാരനെ? ആ റോഡിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അത്രയ്ക്കും സ്പേസ് ഉള്ളൂ റോഡിൽ. മുകളിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു വണ്ടി പോകാനുള്ള സ്പേസേ ഉള്ളൂ. അത്രയ്ക്കും കാണും. ഒരു മറ്റേ സൈഡ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി കൊക്കയ്ക്കകത്ത് കിടക്കും. അങ്ങനൊരു അവസ്ഥയാണ് ആ റോഡിൻ്റെ. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റാൻ പറ്റാം. റോഡ് മോശമാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ റോഡിലൂടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ശരി, ഇപ്പോൾ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ.